ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടാ. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മളൊരു പുതിയ ഇവന്റ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത് കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. കുന്നംകുളം എൻ്റെ ഒരു നാടും കൂടിയാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ, ഈവനിങ് സമയത്താണ് നമ്മുടെ ഇവൻറ്റിൻ്റെ ടൈം ആയിരുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ പതിയെ ഇരുട്ടൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. രാത്രിയിലായതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു അവിടെ മുഴുവനായിട്ടുണ്ടായിരുന്നത്. ഒരു ഓപ്പൺ സ്റ്റേജിലായിരുന്നു നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. നമുക്കൊരു കുഞ്ഞ് ബാപ്റ്റിസം ഇവൻ്റ് ആയിരുന്നു ഹോസ്റ്റ് ചെയ്യാൻ നമ്മൾ അവിടെ എത്തിയത്. റേസൽ ജോൺസൺ എന്ന ബേബിയുടെ ബാപ്റ്റിസം സെറിമണിയുടെ റിസപ്ഷൻ ആയിരുന്നു അന്നത്തെ ദിവസം അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. ഒരുപാട് സന്തോഷത്തോടു കൂടി കുഞ്ഞു ബേബി റേസലിൻ്റെ ആ ഒരു ഡേ കൂടുതൽ കളർഫുൾ ആക്കാൻ വേണ്ടി നല്ല ഡെക്കോറും അതുപോലെ തന്നെ DJയും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു രാത്രി ഒരു കുടുംബമായി മാറി സെലിബ്രേറ്റ് ചെയ്ത ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസമായിരുന്നു അന്ന്. അപ്പോൾ നമുക്ക് ഈ മനോഹരമായിട്ടുള്ള ഡെക്കോറും അവരുടെ അന്നത്തെ വിശേഷങ്ങളും എല്ലാം സന്തോഷത്തോടു കൂടി നമുക്കൊന്ന് കണ്ടുവന്നാലോ? നമ്മൾ എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. യെസ്, ജോൺസന്റെയും ജലീന ദമ്പതികളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി വെച്ച ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗിഫ്റ്റ്, എ ഗിഫ്റ്റ് ഫ്രം ഹെവൻ, റേസൽ. ദി ഡേ നവംബർ 24 സെന്റ് ജോർജ് ചർച്ചിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെല്ലാവരുടെയും ഇന്നത്തെ ദിവസത്തെ സ്റ്റാറായ റേസൽ ബാപ്റ്റൈസ്ഡ് ആയിരുന്നു. അനുഗ്രഹീതമായി ഒരു ജീവിതത്തിൽ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, പേര് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസമാണ് നമ്മുടെ മുന്നിലേക്കുള്ള വഴി വളരെ കൃത്യതയോടുകൂടി തെളിഞ്ഞ് നമ്മളെ കാണിച്ചു തരുന്നത്. യെസ്, ജോൺസണും ജലീനയും അതിൽ വിജയിച്ചു കഴിഞ്ഞു. അവര് വിശ്വസിച്ച ആ ഒരു സത്യത്തെ അവരവരുടെ കുഞ്ഞിന് പകർന്നു കൊടുത്തിരിക്കുകയാണ്. ആ പകർന്നു കൊടുത്ത വിശ്വാസത്തിന്റെ സെലിബ്രേഷനാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ വേദിയിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇന്നത്തെ ദിവസം വളരെ സന്തോഷത്തോടു കൂടി അനുഗ്രഹീതമായിട്ടുള്ള ഒരു ദിവസമാക്കി മാറ്റാം. A warm welcome to one and all present here for the baptism ceremony of our dear little princess Rachel Johnson. We lovingly invite the grandmother from the father's side, Mrs. Molly. നമുക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടി നല്ലൊരു കയ്യടികളോട് കൂടി പ്രിയപ്പെട്ട ജോൺസന്റെ അമ്മയെ ഒരുപാട് സ്നേഹത്തോടെ നിറഞ്ഞ കയ്യടികളോട് കൂടി തന്നെ നമുക്ക് ഇന്നത്തെ അവരുടെ ആഘോഷവേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. അദ്ദേഹത്തിന്റെ അമ്മയാണ്, പ്രിയപ്പെട്ട അമ്മയാണ് നമ്മുടെ വേദിയിൽ എത്തിയിട്ടുള്ളത്. മക്കളുടെ ജീവിതത്തിൽ കൊച്ചുമക്കളെ കാണാനുള്ള ഭാഗ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണ്. അവരുടെ കളിയും ചിരിയും ഒക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ മരുന്നും സന്തോഷവും ഒക്കെ പ്രദാനം ചെയ്യുന്നത്. ആ ഒരു സന്തോഷവും ആ ഒരു ഉഷാറും ഒക്കെയാണ് അമ്മയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരുപാട് സ്നേഹത്തോടെ നിറഞ്ഞ കയ്യടികളോടുകൂടി നമുക്ക് ജലീനയുടെ പ്രിയപ്പെട്ട പാരന്റ്സിനെയും ഈ ഒരു ആഘോഷവേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഹെർ ഫാദർ മിസ്റ്റർ ബാബു and dearest mother Mrs. Sheila, please come on to the stage. നമുക്ക് കാണുമ്പോൾ ഇവർക്ക് ഇവരുടെ മക്കളെ തന്നെയാണ് ആ കണ്ണുകളിലൂടെ കാണാൻ കഴിയുന്നത്. സെറയും ഷെയ്നും റേസലും പപ്പ എന്നും മമ്മി എന്നും വിളിക്കുന്ന അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടു പേരുണ്ട്. വിത്ത് സ്പെഷ്യൽ ലവ് വി വെൽക്കം പപ്പ ആൻഡ് മമ്മി മിസ്റ്റർ സിംസൺ, who is currently in Dubai, and Mrs. Bini. രണ്ടുപേരും ഇവിടെ ഇല്ല,
രണ്ടുപേരും ദുബായിലാണ് ഉള്ളത്. ഷെയ്നെയും നമുക്ക് ഈ മനോഹരമായ അവരുടെ ആഘോഷവേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഓടിവാ. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട റീസലിന്റെ ചേട്ടനും ചേച്ചിയൊക്കെ നമ്മുടെ വേദിയിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് ഇവരോട് ഇവന് നല്ല ഇഷ്ടമുണ്ട്. നിങ്ങൾ 3 പേരില്ലേ? സെറയുണ്ട്, ഷെയ്നുണ്ട്, പിന്നെ ആരാ ഉള്ളത്? റീസലുണ്ട്. നിങ്ങളിൽ ആർക്കാ ഏറ്റവും കൂടുതൽ കുറുമ്പുള്ളത്? അറിയില്ല. പക്ഷെ വന്നപ്പോ കേട്ടത് ചേട്ടനാണ് ഇത്തിരി കുറുമ്പ് കൂടുതൽ എന്നാണല്ലോ. ആണോ? ചേട്ടനാണോ കുറുമ്പ്? അപ്പൊ ചേച്ചിക്കാവും. ചേച്ചിക്ക് കുറുമ്പുണ്ടോ? അല്ല. അപ്പൊ ചേച്ചിക്കും അല്ല. യെസ്, ഇവര് പറഞ്ഞതില് ചെറിയ കാര്യമൊക്കെ ഉണ്ട്. ഇവരെക്കാളും വളരെയധികം മിടുക്കും നല്ല സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ റീസൺ. കാരണം ചേട്ടനും ചേച്ചി അത്ര മോശക്കാരല്ല എന്ന് നമുക്ക് ഇവരെ കണ്ടാൽ തന്നെ അറിയാലേ. സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്നതൊന്നും നോക്കണ്ട, പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഒരല്പം കുറുമ്പനും കുറുമ്പിയൊക്കെ തന്നെയാണ് അല്ലേ? ഒന്നുകൂടി പറഞ്ഞു. സമ്മതിച്ചു ആണെന്ന്. ഇനി നമുക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടി ഈ 2 കുടുംബങ്ങളെയും മനോഹരമായി ഇങ്ങനെ ഒരൊറ്റ ഫ്രെയിമിലേക്ക് ചേർത്ത് നിർത്തിയ പ്രിയപ്പെട്ട ജോൺസനെയും ജലീനയെയാണ് ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യേണ്ടത്. അവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ വിജയമാണ് നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുപാട് സന്തോഷത്തോടുകൂടി നിറഞ്ഞ കയ്യടികളോടുകൂടി വേണം നമുക്കവരെ ഇന്നത്തെ അവരുടെ ആഘോഷവേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാൻ. So, ladies and gentlemen, please put your hands together for our proud parents, Johnson and Jelena, along with their cute little princess, Rachel. Please come on to the stage. ജലീനയ്ക്കും ദൈവം അനുഗ്രഹിച്ച് നൽകിയ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളാണ് അവരുടെ 3 മക്കള്. ഈ മനോഹരമായിട്ടുള്ള നിമിഷത്തിൽ നമ്മുടെ റേസലിന്റെ ബാപ്റ്റിസത്തിന്റെ സെലിബ്രേഷൻസ് ആണ് നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത്. ടു ബിഗൻ അവർ സെലിബ്രേഷൻസ്, ക്രിസ്തീയ പാരമ്പര്യമനുസരിച്ച് എല്ലാ ശുഭകാര്യങ്ങളും നമ്മൾ പ്രാർത്ഥനയോടെയാണ് ആരംഭിക്കാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ, അതിലേറെ നിറഞ്ഞ ബഹുമാനത്തോടുകൂടി നമ്മുടെ 2 വൈദികരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ മനോഹരമായ ആഘോഷവേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപാര, ഇപ്പോഴെന്തോ ചെയ്യേണ്ടു നിനക്കേശുപാര. നന്ദി കൊണ്ടെന്റെയുള്ള നന്ദി നീരായെന്നെ നല്ല നിമിഷങ്ങളോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഇന്ന് രാവിലെ സമയം ആരാധനാ പാത്രങ്ങളായി നീ അവിടെ കാണുവാൻ അയച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയം കർത്താവെ, ഏറ്റവും മംഗളകരമായ വേർതിരിച്ച് ഞങ്ങൾക്ക് ദാനമായി നൽകിയ നിമിഷത്തെ സ്വർഗീയമായ അനുഗ്രഹം കൊണ്ട് അവിടെ നിന്ന് ആശീർവദിക്കണമേ. അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഹാപ്പി ആയില്ലേ? ഇനി എന്താ വേണ്ടത്? ഇനി അടുത്തത് എന്താ വേണ്ടത്? അവൻ സത്യം പറഞ്ഞു. ഇനി ഈ ഫാമിലിയുടെ ഈ ഒരു സന്തോഷം നമ്മള് മധുരം കഴിച്ചിട്ടാണല്ലോ നമ്മള് സെലിബ്രേഷൻസ് ഒക്കെ ആരംഭിക്കുക. ശുഭകാര്യങ്ങളൊക്കെ ഒരല്പം മധുരം കഴിച്ച് ആരംഭിക്കാമെന്നാണല്ലോ. സോ വി ആർ ഹെൻഡറിംഗ് ഇൻ ടു കേക്ക് കട്ടിംഗ് സെറിമണി. നമുക്ക് അതിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ജോൺസണെയും ജലീനയെയും അവരുടെ പ്രിയപ്പെട്ട മക്കളെയും ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട റേസലിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഗ്രഹീതമായിട്ടുള്ള സെലിബ്രേഷനാണ്, ഏറ്റവും ആദ്യത്തെ സെലിബ്രേഷനാണ് ഇവിടെ മധുരപൂർണമായി യാത്ര ആരംഭിക്കുന്നത്. വെരി വെരി ഹാപ്പി ലൈഫ്.
മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട റീസലിന്റെ ഫാമിലി ഫോട്ടോ സെഷനാണ് ഏറ്റവും ആദ്യം നമ്മുടെ സ്റ്റേജിൽ. അതിനുശേഷം വന്നിട്ടുള്ള ഓരോ പ്രിയപ്പെട്ടവർക്കും ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും ആശംസകൾ അറിയിക്കാനും ഒക്കെയുള്ള അവസരമാണ്. അപ്പൊ എന്നും ഇതുപോലെ തന്നെ ഒരുമിച്ച് നിന്ന് ജീവിതത്തിൽ ഒരുപാട് കാലം ഇങ്ങനെ സ്നേഹം പങ്കിടാനുള്ള വലിയ അനുഗ്രഹം ദൈവം ഇവരുടെ കുടുംബത്തിന് റേസിന്റെ പ്രിയപ്പെട്ട അമ്മ ജലീലയിൽ കൂടിയാണ് നമ്മുടെ മുന്നിൽ പെർഫോമൻസ്. ഈ ഒരുപാട് സുന്ദരിമാരുടെ ഇടയിൽ പെട്ടുപോയൊരു ഹീറോ. ഹലോ, അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചോ. ആരായി ഡാൻസ് പഠിപ്പിച്ചു തന്നത്? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ സുന്ദരിമാരൊക്കെ വളരെ അടിപൊളിയായിട്ട് കളിച്ചത് ഈ മാസ്റ്റർ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ്. നന്നായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇതിൽ ആരാണ് കളിക്കാൻ ഒരൽപ്പം മടിയുള്ള ആളായിരുന്നത്? മാസ്റ്റർ തന്നെയാണ് ഏറ്റവും വീക്ക് എന്നാണ് പറയുന്നത്. അത് ഭയങ്കര കഷ്ടമായി പോയി. ഓക്കെ, എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ജോൺസണും ജലീനയും അവരുടെ കുടുംബവും ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെയധികം ബ്യൂട്ടിഫുൾ ആയി ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു നൈറ്റ് ആയിട്ട് നമുക്കിത് മാറിക്കഴിഞ്ഞു.